തൃക്കാക്കരയിലെ 2020 സ്ഥാനാർത്ഥി അഖിൽ മാരാരാണ് ന്യൂസ് 18നോടൊപ്പം ചേരുന്നത്. അങ്ങനെ ഫോട്ടോഷൂട്ടിന്റെ തിരക്കിലായിരുന്നു. തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിയല്ലേ? അതെ അതെ. അതിനുമുമ്പ് ഇതിൽ തിരുത്ത് 2020യുടെ സ്ഥാനാർത്ഥി എന്ന് പറയേണ്ട NDയുടെ സ്ഥാനാർത്ഥി. അപ്പോൾ നമ്മൾ NDA മുന്നണിയുടെ ലക്ഷ്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് കാര്യം എന്തൊക്കെയാണെങ്കിലും റിപ്പോർട്ടർക്ക് അബദ്ധം പറ്റിയതാണെന്ന് അറിയില്ല. എന്തായാലും തൃക്കാക്കരയുടെ 2020 സ്ഥാനാർത്ഥി എന്ന് പറയേണ്ട NDA, നീ എവിടെങ്കിലുമൊക്കെ ഒന്ന് ഉറച്ചു നിൽക്ക് എന്ന് പറഞ്ഞ പോലെ അങ്ങനെ അഖിൽ മാരാർ അവസാനം NDAയിൽ ഉറച്ചു നിന്നിട്ടുണ്ട്. പല ആൾക്കാരും കോൺഗ്രസ് സീറ്റ് കൊടുക്കാത്തത് കൊണ്ടാണ് NDAയിൽ ചേർന്നത് എന്ന് പറയുന്നുണ്ട്. എന്തായാലും അഖിൽ കോട്ടാത്തല അല്ലെങ്കിൽ അഖിൽ മാരാർ, ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു പേഴ്സണൽ ഇത് പ്രകാരം അഖിലിനെ ഫസ്റ്റ്, ഞാനാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ ഈ ഒരു ചാനലിൻ്റെ പ്രേക്ഷകർ അഖിൽ മാരാറെ അറിയുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ 5 തുടങ്ങുന്നതിന് മുന്നേ. എല്ലാവരും അഖിലിനെ ബിഗ് ബോസ് വിന്നറായി അറിഞ്ഞെങ്കിലും ഈ ഒരു സീസൺ തുടങ്ങുന്നതിന് മുന്നേ റോബിനുമായിട്ടുള്ള ചെറിയൊരു കശപിശയിൽ, ചെറിയൊരു കാര്യത്തിൽ ബിഗ് ബോസിൽ പോകുന്നതിനേക്കാളും നല്ലത് ലുലു മോളിൽ പോയി മുണ്ടു പൊക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടാണ് അഖിലിനെ അറിയുന്നത്. അങ്ങനെ അഖിൽ ബിഗ് ബോസിലേക്ക് വരുന്ന സമയത്ത് ഞാൻ അഖിലിനെ എതിർത്തിരുന്നൊരു വ്യക്തിയായിരുന്നു. പിന്നീട് ഒരു ബിഗ് ബോസ് ഒരാഴ്ച, ഒരു 10 ദിവസം മാക്സിമം 10 ദിവസത്തിനുള്ളിൽ ഞാൻ അഖിൽ മാരാറുടെ ഒരു സപ്പോർട്ടറായി മാറി. എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം, ഞാൻ ആ സീസൺ കംപ്ലീറ്റ് അഖിൽ മാരാറുടെ ഒരു ഡൈ ഹാർഡ് സപ്പോർട്ടറായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം സപ്പോർട്ടറാണെങ്കിലും കുറച്ച് ചെറിയ അഭിപ്രായ വ്യത്യാസം മാത്രമേ അഖിലിനോട് ഉണ്ടായിരുന്നുള്ളൂ. മെജോറിറ്റി നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എങ്ങനെയൊക്കെ ആണെങ്കിലും അഖിൽ പുറത്തുനിന്ന് ഇറങ്ങിയതിന് ശേഷം എപ്പോഴൊക്കെ അഖിലിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് യോജിക്കാൻ പറ്റാത്ത രീതിയിൽ, തെറ്റൊന്നും ഞാൻ പറയില്ല, നമുക്ക് യോജിക്കാൻ പറ്റാത്ത സംഗതികൾ ഉണ്ടായിക്കഴിയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എതിർത്ത് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ അഖിൽ മത്സരിക്കാൻ പോകുന്നത് തൃക്കാക്കരയാണ്. തൃക്കാക്കര ഞാൻ കാണുന്നൊരു ആംഗിളുണ്ട്, ഒരു എല്ലാവരും കാണുന്ന ആംഗിൾ. തൃക്കാക്കര മണ്ഡലം എന്ന് പറഞ്ഞാൽ ഏപ്രിൽ 9-ാം തീയതി ഇലക്ഷൻ വരികയാണ്. 140 മണ്ഡലങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് തൃക്കാക്കര UDFൻ്റെ കൺഫേംഡ്, UDFൻ്റെ കോട്ട എന്നുള്ള വാക്ക് പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അഖിൽമാരുടെ പ്രസംഗമുണ്ട്. പക്ഷെ എന്താണെങ്കിലും തൃക്കാക്കര ഉണ്ടായത് മുതൽ 2011 ബെന്നി ബെഹനാൻ 65,854 വോട്ടുകൾക്ക് വിജയിച്ച്, അതിനുശേഷം PT തോമസ് 61,268, പിന്നീട് അദ്ദേഹത്തിൻ്റെ മരണശേഷം ഉമാ തോമസ് 72,770 വോട്ടാണ്. രണ്ടാമത് CPIM ആണ്. ജോ ജോസഫ് 47,784 വോട്ട്. അപ്പോൾ ഇത്രയധികം കൺഫേംഡ് ആയിട്ടുള്ള UDFൻ്റെ ഒരു കോട്ട തന്നെയാണ് അത്. അഖിൽ കോട്ടാത്തലയ്ക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. പക്ഷേ സംസാരത്തിൽ ഞാൻ എന്തുകൊണ്ടാണ് പറയാൻ വെച്ചാൽ അഖിലിൻ്റെ ഇന്നത്തെ സംസാരം എത്ര പേര് കണ്ടുള്ള ഇൻ്റർവ്യൂ, സംസാരിക്കാൻ വളരെ നല്ല രീതിയിൽ അറിയുന്നൊരു വ്യക്തിയാണ് അഖിൽ മാരാർ. അതിന് യാതൊരു സംശയമില്ല. ഒരു പ്രത്യേക കാഴ്ചപ്പാടിൻ്റെ ആൾ തന്നെയാണ്. ഞാൻ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോ കണ്ടതുകൊണ്ട് ഞാൻ പറയണം. അഖിലിനെ പറ്റി പറയുന്ന സമയത്ത് എന്തായാലും ബിഗ് ബോസിൻ്റെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. അഖിലും പറയുന്നത് തന്നെയാണ്, ബിഗ് ബോസ് വിന്നറാണ്, ബിഗ് ബോസിൽ നിങ്ങൾ എന്നെ ജയിപ്പിച്ച ബിഗ് ബോസിൽ ഒരുപാട് പേര് സപ്പോർട്ട്. ശരിയാണ്, അഖിലിന് സപ്പോർട്ടൊക്കെ ഉണ്ട്. പക്ഷേ ബിഗ് ബോസ് അല്ല ഇലക്ഷൻ. പ്രത്യേകിച്ച് കേരളത്തിൽ അഖിൽ ഇപ്പോൾ റെപ്രസെൻ്റ് ചെയ്യുന്ന പൊളിറ്റിക്കൽ പാർട്ടി, പിന്നെ അഖിൽ നിൽക്കുന്ന തൃക്കാക്കര മണ്ഡലം, ഈ തൃക്കാക്കരയുടെ കാര്യം പറഞ്ഞ സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മറക്കാൻ പറ്റാത്തൊരു പേരാണ് PT തോമസ്, അല്ലേ? PT തോമസ് എന്ന് പറയുന്ന സമയത്ത് പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരുന്നത്, ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ നമുക്കൊക്കെ പുറത്തുള്ളവർക്കൊക്കെ പെട്ടെന്ന് ഓടി വരുന്നത് നടിയെ ആക്രമിച്ച കേസാണ്, അല്ലേ? നടിയെ ആക്രമിച്ച കേസിൽ ഏറ്റവും കൂടുതൽ ആ പെൺകുട്ടിക്ക് വേണ്ടി സപ്പോർട്ടായി നിന്നിട്ടുള്ളത് ശ്രീ PT തോമസ് ആണ്. അതായത് ഒരു തവണ ഈ കേസിൻ്റെ അതിനും സാക്ഷി പറയാൻ പോകുന്ന സമയത്ത് 4 ടയറിൻ്റെയും നട്ട് വരെ ഊരിക്കളഞ്ഞിട്ട് അപായപ്പെടുത്താൻ നോക്കി എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം വരെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഞാൻ കൂട്ടിയും പറയില്ല, ഞാൻ കുറച്ചും പറയില്ല, ഞാൻ ഉള്ള കാര്യം പറയും എന്ന് പറഞ്ഞ് വളരെ കൃത്യമായി ആക്രമിക്കപ്പെട്ടുള്ള നടിയുടെ കൂടെ അവസാനം വരെ നിന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. സ്വന്തം മകളെ പോലെ ആ പെൺകുട്ടിക്ക് നീതി ലഭിക്കണം എന്നതിൽ ഉറച്ചു നിന്നിട്ടുള്ളൊരു വ്യക്തിയാണ് ശ്രീ PT തോമസ്, അല്ലേ? അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉമാ തോമസ് ആണ് കഴിഞ്ഞ പ്രാവശ്യം അവിടെ ജയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി അഖിൽ മാരാറിലേക്ക് വരുമ്പോൾ
ഇതേ സിറ്റുവേഷൻ പറയുമ്പോൾ അഖിൽ മാരാരാണെങ്കിലോ ഈ ആക്രമിക്കപ്പെട്ട നടിക്ക് പിന്നെ എതിരായിട്ട് നിന്നിട്ടുള്ള ആക്ടർ ദിലീപിൻ്റെ കടുത്ത ഒരു സപ്പോർട്ടറാണ്. അതായത് ഒരു തവണ കഴിഞ്ഞ പ്രാവശ്യം ഫേസ്ബുക്കിൽ നമ്മൾ കണ്ടത്, ഒരു തവണ അല്ല പല തവണ ഫേസ്ബുക്കിലൂടെ സമൂഹ മാധ്യമങ്ങളിലൂടെ ആക്രമിക്കപ്പെട്ട നടിയെ പിന്നെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ പരാമർശം പോലും നടത്തിയിട്ടുള്ളൊരു വ്യക്തിയാണ് അഖിൽ. ആ അഖിലാണ് തൃക്കാക്കര മത്സരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു കോൺടെസ്റ്റിൻ്റെ റെലവൻസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞുള്ളൂ. ഇൻ ടേംസ് ഓഫ് നമ്മുടെ മലയാളത്തിലുള്ള അമ്മമാരും സ്ത്രീകളും, കേരളത്തിലെ അമ്മമാരും സ്ത്രീകളും കേരളം ഒന്നടങ്കം അന്ന് അവരെ സപ്പോർട്ട് ചെയ്ത സമയത്ത് ഇതിനെതിരെ നിന്ന് സംസാരിച്ച് എതിർപ്പ് വാങ്ങിച്ചു കൂട്ടിയിട്ടുള്ള വ്യക്തിയാണ്. തൃക്കാക്കര നിൽക്കുന്നത് എന്ന് പറയുന്ന സമയത്ത് പ്രത്യേകിച്ച് അവിടെ UDFൻ്റെ ഒരു സ്വാധീനമുള്ള സ്ഥലം കൂടി അതിൻ്റെ കോട്ട എന്ന് തന്നെ പറയാം. അതുകൂടി ആവുന്ന സമയത്ത് ഡെഫിനറ്റ്ലി അതിനൊരു എക്സ്ട്രാ ഇത് വരുന്നുണ്ട്. ഞാൻ ഏതായാലും കുറച്ച് ഭാഗം മാത്രം ഞാൻ ഉമാ തോമസിൻ്റെ അവരുടെ ചെറിയൊരു ഭാഗം ഞാൻ കേൾപ്പിച്ചു തരാം. ഈ ഒരു കാര്യം സംസാരിക്കുന്ന സമയത്ത് അത് റെലവൻ്റ് ആണ് കേട്ടോ. നിയമ പോരാട്ടത്തിൽ നടിയോടൊപ്പം എല്ലാവിധ പിന്തുണയുമായി ഒപ്പം ഉണ്ടായിരുന്നത്, ആദ്യം മുതലൊപ്പം ഉണ്ടായിരുന്നത് PT തോമസ് ആയിരുന്നു. ആ യാത്രയിൽ ആ നടിക്ക് PT തോമസിന് ശേഷം ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് പിന്തുണ അറിയിച്ചത് അദ്ദേഹത്തിൻ്റെ പത്നി ഉമാ തോമസ് ആയിരുന്നു. ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് ഉമാ തോമസ് ആണ്. വലിയ നിയമ പോരാട്ടം നടന്നൊരു കേസ്, അതിനൊടുവിൽ ഇപ്പോൾ വിധി പറയുകയാണ്. എന്ത് തോന്നുന്നു? കുറച്ച് വൈകിപ്പോയി എന്നുള്ള തോന്നലുണ്ട്. പക്ഷേ ഡിസംബർ 8-നാണെങ്കിലും അതിൻ്റെ വിധി വരുമ്പോൾ തീർച്ചയായിട്ടും അത് നടിക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യം തന്നെ ഉണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യൻ ജുഡീഷ്യറിയെ ഞാൻ ഏറ്റവും വിശ്വസിക്കുന്നു എന്നുള്ളത്. ജസ്റ്റ് ഞാൻ ഈ ഒരു ക്ലിപ്പ് ഇവിടെ ഇട്ടു എന്നേ ഉള്ളൂ. റെലവൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അവിടുത്തെ വോട്ടേഴ്സ് തീരുമാനിക്കട്ടെ. ഇനി അഖിലിൻ്റെ ഒരു ഇന്ന് വന്നിട്ടുള്ളൊരു പ്രസ്താവന, പല ആൾക്കാരും അഖിലിനെ സ്വയം പ്രഖ്യാപിത സെലിബ്രിറ്റി എന്ന് പറയുന്നുണ്ട്. നന്നായി സംസാരിക്കാൻ അറിയുന്ന വ്യക്തിയാണ്, ഒരു ബുദ്ധിമാൻ തന്നെയാണ്, അതിൽ യാതൊരു വിധ സംശയമില്ല. കാശിന് വേണ്ടിയിട്ട് മാറി എന്നൊക്കെ പല ആൾക്കാരും പറയുന്നുണ്ട്. കോൺഗ്രസ് സീറ്റ് കൊടുത്തിട്ടില്ല. കോൺഗ്രസ് മത്സരിക്കാൻ നിൽക്കുക തന്നെ ആയിരുന്നു അഖിൽ. അതൊരു എല്ലാവർക്കും അറിയാം. കോൺഗ്രസ് സീറ്റ് കിട്ടാത്തിട്ട കാര്യം കൊണ്ടാണ് അഖിൽ ഇതിലേക്ക് മാറി എന്നുള്ളതും 2020 വന്നു. പിന്നെ അവിടെ നേരെ 2020 മാത്രം നിൽക്കുകയാണെങ്കിൽ എങ്ങോട്ട് വേണമെങ്കിൽ പോകുന്ന കണ്ടീഷനിലായിരുന്നല്ലോ. ഇപ്പോൾ ഏതായാലും NDA എന്നുള്ളത് അഖിൽ കൺഫേം ചെയ്തു. ജസ്റ്റ് അഖിലിൻ്റെ ഇന്നത്തെ ചെറിയൊരു ഇന്റർവ്യൂവിന്റെ പോർഷൻ. അഖിൽ മാരാരെ കാണാനായിട്ട് എത്തിയതാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ വന്നപ്പോൾ കണ്ടത് ഇതുപോലെ റെഡ് ആൻഡ് റെഡ് വേഷത്തിലാണ്. സാധാരണ സ്ഥാനാർത്ഥികളുടെ മുണ്ടും ഷർട്ടൊക്കെ ഇട്ടിട്ടായിരിക്കും. ഇതെന്ത് പറ്റി ഇങ്ങനെയൊരു സ്ഥാനാർത്ഥി? വിപ്ലവം വിജയിക്കട്ടെ. എങ്ങനെ കൊട്ടാരക്കര മോഹിച്ച ഒടുവിലെ തൃക്കാക്കരയാണ് എത്തി നിൽക്കുന്നത്? അല്ല, ഇത് മോഹമോ ചിന്തയൊന്നും അല്ല. ഇത് നമ്മളെപ്പോഴാണ് ഒരു രാഷ്ട്രീയക്കാരനാവാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പഠിക്കുന്ന കാലത്തായാലും ആവശ്യമില്ലാത്ത പല പ്രശ്നങ്ങളും കയറി നമ്മൾ ഇടപെടും. നാട്ടിലും പല പ്രശ്നങ്ങൾ വരുന്ന സമയത്തും കയറി ഇടപെടും. അപ്പം ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ്റെ ഒരു പ്രശ്നത്തിൽ ഇടപെട്ടിട്ട് നമ്മൾ ചോദിക്കാൻ ചെല്ലുമ്പം ഓട്ടോമാറ്റിക്കലി അപ്പുറത്തുനിന്നൊരു ചോദ്യം വരും, നീ ആരാണ്? പണ്ട് ഞാൻ തമാശയ്ക്ക് പറയായിരുന്നു, നിങ്ങൾ എന്നെ ജയിപ്പിച്ചു വിട്ടത് ബിഗ് ബോസിലാണ്. ഇതിപ്പോൾ നിങ്ങൾ വന്ന് സംസാരിക്കുന്ന കേൾക്കുമ്പോഴത്തേക്ക് നിങ്ങളെ ഒന്ന് ലോക്സഭയിലോ നിയമസഭയിലോ ജയിപ്പിച്ചാണ് കാണാമെന്നൊക്കെ ഞാൻ ഇങ്ങനെ വരുന്ന എൻ്റെ വീട്ടിലൊക്കെ ഒരുപാട് പേര് പല കാര്യങ്ങളും പറഞ്ഞ് വരുമായിരുന്നു. അപ്പം നമ്മൾ നിസ്സഹായനായി മാറുകയാണ്. പലതും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ പല രാഷ്ട്രീയ നേതാക്കന്മാരെ വിളിക്കണം. ചിലപ്പോൾ അവരെ ചെയ്തു തരും, ചിലപ്പോൾ അവർ ചെയ്യില്ല. അപ്പോൾ ഇവർക്ക് വേണ്ടി, എൻ്റെ നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഞാനെന്തെങ്കിലും ആയാലേ പറ്റൂ. ആ ചിന്തയിൽ നിന്നുകൊണ്ടാണ് സത്യസന്ധമായി പറഞ്ഞാൽ ഞാൻ ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത്. കോൺഫിഡൻസ് ഉണ്ടോ തൃക്കാക്കര എന്നൊരു മണ്ഡലത്തിലേക്ക് വരുമ്പോൾ? അത് എവിടെ മത്സരിച്ചാലും ആ ജനതയോട് നമ്മൾ സംസാരിക്കുന്ന പോലെ ഇരിക്കും. ഇതൊരു നഗര കേന്ദ്രീകൃത മണ്ഡലമാണ്. അങ്ങനെ ഒരു സെലിബ്രിറ്റി ഫിഗർ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണോ തോന്നുന്നത്? അല്ല, ഒരിക്കലും അല്ല. ഇവിടെ ഒന്നാമത്തെ കാര്യം, ഈ സെലിബ്രിറ്റി ഫിഗർ എന്ന് പറയുന്ന ഒരു ഫിഗറിനോട് എനിക്ക് താല്പര്യമില്ല. കാര്യം മലയാള സിനിമയിൽ മഹാതാരമായ മമ്മൂക്ക അദ്ദേഹത്തിൻ്റെ ഈ പ്രായത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ഒരു ജില്ലാ സെക്രട്ടറിയോട് ഒരു കാര്യം പറഞ്ഞപ്പോൾ ഇതേ പാർട്ടിക്കാരും ഇവിടുത്തെ ജനങ്ങളും എല്ലാം കൂടെ ഒന്നടങ്കം ആ മഹാനടനെ ആക്ഷേപിച്ചെങ്കിൽ ഇവിടെ സെലിബ്രിറ്റികൾക്ക് ഒരു വിലയുമില്ല എന്നും ഇവിടുത്തെ മഹാനടന്മാരെ ജനം ഇങ്ങനെയാണ് രാഷ്ട്രീയ അഭിപ്രായം. യെസ്, ആയിക്കോട്ടെ. ബിഗ് ബോസ് സെലിബ്രിറ്റി എല്ലാ ഭാവങ്ങളും നന്നായി സംസാരിക്കാൻ അറിയും, പിടിച്ചു നിൽക്കാനും അറിയും. അപ്പോൾ അതിനനുസരിച്ച് തന്നെ മുന്നോട്ട് പോട്ടെ. എനിക്ക് തോന്നുന്നില്ല ഇയാൾ, എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായ പ്രകാരം ജയിക്കാൻ ചാൻസസ് വളരെ കുറവാണ്. എൻ്റെ പേഴ്സണൽ ഇതുവരെയുള്ള തൃക്കാക്കരയുടെ ആ ഒരു ഹിസ്റ്ററി വെച്ച് നോക്കുന്ന സമയത്ത് ചാൻസസ് വളരെ കുറവാണ്. വോട്ട് സ്പ്ലിറ്റ് വരാനുള്ള ചാൻസസ് ഉണ്ട്.
എനിക്ക് തോന്നുന്നത് അഖിൽ മാരാർ ഇപ്പോൾ ഈ ഇലക്ഷനിൽ ഇതുപോലെ കണ്ടസ്റ്റ് ചെയ്ത് ഓരോരുത്തർക്കും ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കുമല്ലോ. ജയിക്കാൻ തന്നെ ആയിരിക്കാം ഡെഫിനറ്റ്ലി വർക്ക് ചെയ്യുന്നത്. പക്ഷെ എന്നാലും ജയിക്കില്ല എന്നുള്ള കാര്യം അഖിൽ തന്നെ അറിയണ്ടായിരിക്കും. ഒരു സ്റ്റേറ്റ് വൈഡ് ഒരു അംഗീകാരം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ റെക്കഗ്നീഷൻ കിട്ടാനുള്ള ഒരു പരിപാടി ആയിട്ടായിരിക്കണം മിക്കവാറും അഖിലിതിൽ അഖിലിൻ്റെ ഒരു സ്ട്രാറ്റജി, അല്ലെങ്കിൽ ഒരു കേരളത്തിൽ ഇനി വരാൻ പോകുന്ന നാളുകളിൽ അല്ലെങ്കിൽ ടെലിവിഷൻ പരിപാടികളിൽ കാണാൻ പോകുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ കാണാൻ പോകുന്ന ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥിരമായിട്ടുള്ള ഒരു സോ കോൾഡ് ഒരു പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസർ, ആ ഒരു ടാഗിലേക്കായിരിക്കണം അഖിൽ വരുന്നത്. അല്ലെങ്കിൽ അഖിലിനെ സംബന്ധിച്ച് ഒരു കാര്യം കൂടി ചെയ്യാം. അഖിലിൻ്റെ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഓപ്ഷൻസ് ഓപ്പൺ ആക്കി വെക്കാം. ഒന്നുകിൽ NDA ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ NDA, തോൽക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ചും കൂടി ഭൂരിപക്ഷം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വോട്ടുകൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസ്സിലേക്ക് പോവാം, അല്ലെങ്കിൽ സ്വതന്ത്രനായി തുടരാം. ഒരു എന്താ പറയുക, എല്ലാത്തിനും ചോദ്യം ചെയ്യുന്ന വളരെ ഉശിരനായിട്ടുള്ള ഒരു ന്യൂജൻ ചെറുപ്പക്കാരനായിട്ട് മുന്നോട്ട് പോകാം. ഇതൊക്കെ ആയിരിക്കണം അഖിലിൻ്റെ എന്തായാലും ഒരു എയിം എന്നുള്ളത്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ജയിക്കില്ല എന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷെ എന്നാലും ഡിഫിക്കൾട്ടായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് പേഴ്സണലി എനിക്ക് പറയാനുള്ളത്. അഖിലിനെതിരെ നിൽക്കുന്നത് ഉമാ തോമസിനാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ CPIMൻ്റെ അഡ്വക്കേറ്റ് പുഷ്പദാസാണ്. പിന്നെ ആം ആദ്മി പാർട്ടി ജോസ് ജോർജ്. ഏപ്രിൽ 9-ാം തീയതിയാണ്, കണ്ടറിയണം അല്ലേ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ. ഒരുപാട് ഹേറ്റേഴ്സ് ഓൾറെഡി ഉള്ള വ്യക്തിയാണ്, സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഇപ്പോൾ NDA ചേർന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് തന്നെ ഹേറ്റേഴ്സ് കൂടിയതായിട്ട് ഞാൻ കാണുന്നുണ്ട്. നമ്മൾ കാണുന്ന സമയത്ത് അറിയില്ല, അതുപോലെ സപ്പോർട്ടേഴ്സും വന്നിട്ടുണ്ടായിരിക്കണം. നോക്കാം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യും. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ഈ ഒരു ചാനലിലൂടെ ഇലക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോട് സംസാരിക്കാൻ പോവാണ്. കൂടുതൽ സീരിയസ് ടോപ്പിക്സ് ആയിരിക്കും ഈ ഒരു ചാനലിലൂടെ വരുന്നത്. ഗോസിപ്സും കാര്യങ്ങളൊക്കെ നമ്മളെ മറ്റേ ചാനലിലുണ്ട്, കോപ്രോ മച്ചാൻ എന്ന് പറഞ്ഞ ചാനലിൽ. പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ബൈ.